ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തിയിരിക്കുകയാണ്. ഫുട്ബോളിൻ്റെ മാണിക്യക്കല്ല്, ലിവർപൂളിൻ്റെയും ബാർസലോണയുടെയും ഇതിഹാസം, ഉറുഗ്വക്കാരുടെ ഗോളടിയന്ത്രം, മയാമിയുടെ ഉൾക്കരുത്ത്. അതെ, ഇതൊക്കെ വിശേഷിപ്പിക്കുന്നത് ലൂയിസ് സുവാരസിനെ കുറിച്ചാണ്. എന്നാൽ അദ്ദേഹം ഇനി രാജ്യാന്തര ഫുട്ബോളിൽ പന്ത് തട്ടാനില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് താൻ സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന ലോകകപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം ഉറപ്പിച്ചത്. ബാർസലോണയിൽ ലയണൽ മെസ്സിക്കും നെയ്മറിനും ഒപ്പം പന്ത് തട്ടി MSN എന്ന ത്രിമൂർത്തി പട്ടികയിൽ സ്ഥാനം പിടിച്ച താരം. ബാർസലോണയുടെ ഓളം തന്നെയായിരുന്നു സുവാരസും മെസ്സിയും നെയ്മറും. നിലവിൽ സുവാരസ് ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിയിലാണ് കളിക്കുന്നത്. എന്നാൽ ഈ വിരമിക്കൽ ലൂയിസ് സുവാരസ് തീർത്തും സങ്കടത്തോടെ തന്നെയായിരിക്കും പ്രഖ്യാപിച്ചു കാണുക. കാരണം അയാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അയാൾക്കിനിയും സമയം വേണമായിരുന്നു. 2011 കോപ്പ അമേരിക്ക കിരീടം ഉറുഗ്വ നേടുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ സുവാരസിന് സാധിച്ചിരുന്നു. പക്ഷേ അയാളുടെ സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്ന് അയാൾ ഉറക്കെ പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞത് 2021 കോപ്പയ്ക്ക് മുന്നെയാണ്. പക്ഷേ അന്ന് തോറ്റു പുറത്താവാനായിരുന്നു വിധി. പിന്നീട് ലോകകപ്പും ലക്ഷ്യം കണ്ടു. 2022 ലക്ഷ്യത്തിനൊപ്പം എത്താൻ ഉറുഗ്വയ്ക്ക് സാധിച്ചില്ല. പിന്നീട് എല്ലാ പ്രതീക്ഷകളും വെച്ച് 2024 കോപ്പ അമേരിക്കയിലെത്തി. ഉറുഗ്വ തന്നെയായിരുന്നു എല്ലാത്തിലും മുന്നിൽ. ഉറുഗ്വക്കാരുടെ ശക്തമായൊരു സ്ക്വാഡിനെയായിരുന്നു 2024 കോപ്പക്കെത്തുമ്പോൾ ലോകം കണ്ടിരുന്നത്. പക്ഷേ സെമിയിൽ കൊളംബിയയോട് തോറ്റു മടങ്ങാനായിരുന്നു വിധി. ഉറുഗ്വയ്ക്ക് വേണ്ടി 142 മത്സരങ്ങൾ കളിച്ച് 69 ഗോളുകളായിരുന്നു താരത്തിന്റെ നേട്ടം. ഇനിയൊരു മത്സരം ഉറുഗ്വയ്ക്കൊപ്പം കളിക്കാൻ താരത്തിന് പ്രായം സമ്മതിക്കുന്നില്ലെന്ന സത്യം. അതായിരിക്കണം അയാളുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിന്റെ കാരണം. 37-ാം വയസ്സിൽ ലൂയിസ് സുവാരസ് ഉറുഗ്വയുടെ പടിയിറങ്ങുന്നു. ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തും.